ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബേബി ഹോസ്പിറ്റലാണ്. ഇന്ന് ഞങ്ങളെ 5ാമത്തെ ദിവസമാണ് ഹോസ്പിറ്റലിൽ, ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് അല്ലേ മോളോ? ഇന്നെന്താ പ്രത്യേകത? ഇന്നലെ ഡോക്ടർ പറഞ്ഞത് നാളെ പോവാന്നാണ്. അപ്പം മിക്കവാറും നാളെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീട്ടിൽ പോകേണ്ട സന്തോഷത്തിലാണ്. കുറച്ചുകൂടി എനർജി പറ. ക്ഷീണം ബാധിച്ചിരിക്കും ആള്, ഭയങ്കര എന്താ ക്ഷീണം. കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങ് റെഡിയാവും. ഇപ്പം രാവിലെ എണീറ്റ് സമയത്ത് 8 മണിയായി. നേരത്തെ എണീറ്റ് കിട്ടോ, ബേബിക്ക് പാൽ കൊടുക്കണമല്ലോ. പിന്നെ വാവ ഇപ്പം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പം കാണിക്കുന്നില്ല അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അവൻ എല്ലാവർക്കും കാണിച്ചു തരും കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം ഞങ്ങള് രാവിലത്തെ വെയിലൊക്കെ കണ്ട് കിടന്നിറങ്ങാണ്. കുഞ്ഞിന് ചെറുതായിട്ടൊരു മഞ്ഞ ഉണ്ടായിരുന്നു. അപ്പം വെയിൽ കൊള്ളിക്കാൻ പറഞ്ഞു. രാവിലത്തെ വൈകുന്നേരത്തെയും വെയിൽ ഒരു 10 മിനിറ്റ് കൊള്ളിക്കാൻ പറഞ്ഞു. പക്ഷെ അധികം ഒന്നുമില്ല മഞ്ഞ. ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമൽ അത്ര അളവുള്ളൂ അല്ലേ? അപ്പം കുഴപ്പമൊന്നുമില്ല. ആളവനും കുറച്ച് പെയിന്, സ്റ്റിച്ചുള്ള കാര്യത്തിലൊക്കെ ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. എണീറ്റിരിക്കാനും കിടന്നിടത്തുനിന്ന് എണീക്കാനൊക്കെ. ഇന്നലെ ഇന്നായിട്ട് കുറവുണ്ട്. അത് പിന്നെ ഒന്നുമില്ല. ഇനിയിപ്പം ഡോക്ടർ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് വരും. അതിന്റെ മുന്നേ എല്ലാ ദിവസവും ഒരു 9 മണിക്കാണ് വരിക. അപ്പോൾ അതിന് മുന്നേ കുളിച്ച് ഫ്രഷ് ആയിട്ട് മാളുവിൻ്റെ ഡോക്ടർ ഒരു 9 മണിക്ക് വരും. കുഞ്ഞിൻ്റെ ഡോക്ടർ ഒരു 10 മണിക്ക് വരും. അങ്ങനെയാണ്. ഇപ്പം ആൾ ഇവിടുന്ന് കുളിക്കാൻ പോവാണ്. പിന്നെ അമ്മമാരൊക്കെ ഇന്ന് പോകേണ്ട തയ്യാറെടുപ്പാണ്. അതുകൊണ്ട് പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ പാക്കിങ്ങിലൊന്നുമില്ല. രണ്ടാളും രാത്രി വാവനെ നോക്കി ഉറക്കുകയും എന്നിട്ട് രാവിലെ ഫോൺ കളിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവൻ കാണാം. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് മാളുവിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകും. ഇന്നലെ ഞങ്ങൾ വ്ലോഗ് എടുക്കണം വിചാരിച്ചിട്ട് രാവിലെ ഇൻട്രോ എടുത്ത് വെച്ച് പിന്നെ മറന്നു രാത്രി. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അവരോട് ഓർമ്മിക്കുന്നുണ്ട്. അത് റൂം ക്ലീൻ ചെയ്യാനുള്ള ചേച്ചി വന്ന് ചോദിച്ചതിന്. അപ്പം ഞാൻ ഇപ്പോൾ കുളിക്കാൻ പോവാണ്. ഡോക്ടർ 9 മണിക്ക് വരും. 8 മണിയായി. അപ്പോൾ അതിൻ്റെ മുന്നേ കുളിക്കണം. അപ്പം വീഡിയോ തുടങ്ങണം. എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം. വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ആളിന് സൗണ്ടൊന്നുമില്ല. അമ്മ ഇതാ പാത്രങ്ങളും ഒക്കെ പേക്കാക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ അമ്മയും പേക്കാക്കുന്നുണ്ട്. ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഡോക്ടർ വരുന്നതിൻ്റെ ഒരു പാക്കിംഗ് ഒക്കെ തുടങ്ങി. ഇതാണ് ഞങ്ങളെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ. ഒന്നും മനസ്സിലാവില്ല. മാള് ഇറങ്ങിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ. മാളിപ്പോൾ കുളിക്കാൻ കയറിയതാണ്. എന്തോ പോലത്തിലാണ്. ഞാനെനിക്കൊന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോയി ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങി തരണം. എന്നിട്ട് ഉച്ചയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും കഴിച്ചിട്ട് വേണ്ടി വരും ഇവിടെ നിന്ന് ഇറങ്ങാൻ. വൈകുന്നേരമൊക്കെ ആവായിരിക്കും വീട്ടിലെത്താൻ. അമ്മ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഡോക്ടർ ഞാൻ വൈകിപ്പോയി. 9:10 ചായ കുടിക്കുന്നല്ലേ? ഗ്യാസിൻ്റെ ഒരു ഗുളിക ഉണ്ടായിരുന്നു, അത് കഴിക്കാൻ വൈകിപ്പോയി. അത് കഴിച്ച 1/2 മണിക്കൂർ കഴിയണം ഭക്ഷണം കഴിക്കാൻ. ഉപ്മാവ് എങ്ങനെയുണ്ട് മാളോ? ഇന്നലെ ഇഡ്ഡലിയാണ് കഴിച്ചത് അല്ലേ? ഇന്നലെ എന്താ കഴിച്ചത്? നൂൽപ്പെട്ട്. എനിക്കുള്ള ഫുഡ് ഇവിടെ നിന്ന് ഇവർ തരും കേട്ടോ. ബാക്കി ക്യാൻറ്റീൻ. ഞങ്ങൾക്കൊക്കെ ഉള്ളത് ക്യാൻറ്റീനിന്ന്. അവർക്കുള്ള ഫുഡ് ഇതാ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ച്. ക്യാൻറ്റീനിൽ നിന്ന് വേണേൽ അങ്ങനെ വാങ്ങിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ എത്തിച്ചു തരും. അപ്പം ഉപ്മാവും സാമ്പാറാണ് കിട്ടിയത് അല്ലേ? സാമ്പാർ കൂട്ട് മുഴുവൻ കഴിക്കും. അത് ഞാൻ ഉപ്പാവ് സ്വതവേ കഴിക്കാറില്ല. പക്ഷെ ബാംഗ്ലൂർ പോയതിനു ശേഷം ഉപ്മാവ് കഴിക്കും. വേഗാണ്ടേ ഞാൻ തന്നെ വെക്കുന്നല്ലേ. ഞാനും വെക്കലില്ല. ടേസ്റ്റ് ഇല്ല സാമ്പാർ. ക്യാൻറ്റീനിലെ ഫുഡൊക്കെ ഇവിടുത്തെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല ഭക്ഷണം. ഞാൻ കഴിക്കട്ടെ. കുഞ്ഞാവ് ഇവിടെ നല്ല ഉറക്കം. അമ്മ ഇവിടുന്ന് വിട്ട് വീഴുന്നു. ഇന്നലെ തൊട്ട് നല്ലോണം നോർമൽ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊന്നും കഴിക്കണ്ട, സ്റ്റിച്ച് ഉണങ്ങൂല എന്ന് പറഞ്ഞു. ഇപ്പൊ ഡോക്ടർ വന്നു. കൊറേ പേരെ പരിചയപ്പെട്ടില്ലേ ഇവിടുന്ന്? കൊറേ പേരെ പരിചയപ്പെട്ടു.
നമുക്ക് ഇവർ ലേബർ റൂമിൽ കയറിയ സമയത്താണെങ്കിലും കുറെ പേര് അറിയുന്നവരുണ്ടായിരുന്നു, നമ്മളെ അറിയുന്നവരുണ്ടായിരുന്നു പറഞ്ഞു. കുറേ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ല ഞാൻ ലേബർ റൂമിൽ കയറിയ സമയത്ത്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വീഡിയോസ് ചെറുതായിട്ട് അറിയാം. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് കൂടെ പറയുന്നത്. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടൊക്കെയാണ് ലേബർ റൂമിൽ. അവരൊന്നും പിന്നെ കണ്ടിട്ടില്ല, എന്തായാലും കാണണം. പോകുന്നതിന് മുന്നേ കാണുമെന്ന് അറിയില്ല. ഇനി വരുമ്പോൾ ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട്, കൊടുക്കാം നമുക്ക് പോകുന്നതിൻ്റെ മുമ്പേ. ആണെങ്കിൽ പിന്നെ എൻ്റെ അനസ്തേഷ്യ ഡോക്ടർ നമ്മളെ വീഡിയോന് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സപ്പോർട്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒക്കെ ഫുള്ള് ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ ഒരു പ്രഗ്നൻസി എൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ ഇടുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, എന്നാൽ കഴിച്ചോ, ഞാൻ പോയി കുളിച്ച് വരാം. അവിടെ നല്ല ഉറക്കത്തിലാണ്. ബാക്കി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മ കഴിച്ചു, ഒരാൾ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബാക്കിയുള്ള ഉപ്മാ കഴിച്ചില്ല. ഉപ്മാവ് വെള്ളാപ്പം നല്ലയാ? വെള്ളാപ്പം വെച്ച് കുറുമ കഴിച്ചു. ഇനിയിപ്പോൾ ഡോക്ടർ വരാൻ കാത്തിരിക്കുക അല്ലേ? എന്തായാലും ഡോക്ടർ വന്നാലാണ് ഡിസ്ചാർജും കാര്യങ്ങളും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുക. ഉണ്ടാവില്ലേ? അപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, എപ്പോൾ വരാന്ന് ചോദിച്ചാൽ നമുക്കും അറിയില്ല. ഇപ്പം വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ഡിസ്ചാർജ് ഉണ്ടാവും. നാളെ തൊട്ട് വീട്ടിൽ നമ്മൾ ഇതാണ് കേട്ടോ ഞങ്ങള് ഡോക്ടർ സവിത മാഡം. ഞങ്ങൾ ഫസ്റ്റ് മന്ത് തൊട്ട് ഡോക്ടറെ അടുത്താണ് വന്നിരുന്നത്. ഡോക്ടർ, ഈ പ്രസവരക്ഷയ്ക്ക് എപ്പോൾ പോവാം ഏകദേശം? അച്ഛനും മോനും അല്ല എന്തൊക്കെ പേട്ട കളിപ്പിക്കുക വാവേന. അയ്യോ, ഡോക്ടർ ഇപ്പം വരും. അപ്പോൾ ബാക്കിയുള്ള അമ്മമാരോടൊക്കെ പുറത്തിറങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരാൾക്ക് റൂമിൽ നിൽക്കാൻ പറ്റും. അപ്പം ഏട്ടനും വാവേദ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ആ ഡോക്ടർ കൂടി ഓക്കെ പറഞ്ഞാൽ എന്നെ ഡിസ്ചാർജ് കൺഫേം അല്ലേ? പക്ഷെ അത്ര കരഞ്ഞില്ലല്ലോ ഇന്നലെ. BCG വെച്ച സമയത്ത് അന്ന് രാത്രിയും പിറ്റേന്ന് പകല് ഉച്ച വരെ ഭയങ്കര കരച്ചിൽ. അപ്പൊ നമുക്ക് പേടിയുണ്ടായിരുന്നു ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റിന് ബ്ലഡ് എടുക്കുമ്പോൾ. പക്ഷെ അത് പ്രശ്നമല്ലേ? അത് direct 0.57, weight 2770, 300 gram weight loss, vaccination done, OA pass, TSS 7.8. എല്ലാവർക്കും മഞ്ഞ കുറച്ച് കൂടിയിട്ടുണ്ടോ? നാളെ എൻ്റെ മഞ്ഞക്കുള്ള കുറവാണ് തുറക്കും. വീട്ടിൽ പോയി നല്ല വെയിൽ കാണിച്ച് രാവിലെ വൈകുന്നേരം 10 മിനിറ്റ്സ് ഒരാഴ്ച വെയിൽ കാണിച്ച് ബാക്കി മഞ്ഞ മെല്ലെ കുറവായിട്ട് മാറും. ഈ പൊക്കിൾ വീഴാൻ ഒരാഴ്ച പിടിക്കും. അന്നേരം സ്റ്റിച്ചസ് ബീറ്റാടി ഓയിൻറ്റ്മെൻറ്റ് തരും. അത് ഓയിൻറ്റ്മെൻറ്റ് രാവിലെ രാത്രി അവിടെ പറക്കാൻ മതി. ഡോക്ടർമാരൊക്കെ വന്നു പോയി. ബേബിയുടെ ഡോക്ടറും മാളൻ്റെ ഡോക്ടറൊക്കെ വന്നു പോയി. ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഒന്നും കൂടി ചെക്കപ്പിന് വരാൻ പറഞ്ഞത് രണ്ടുപേർക്കും. അപ്പോൾ കുഞ്ഞിനെന്തോ വാക്സിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇനി പോയിട്ട് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്. ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പോയിട്ട്. അപ്പോൾ അതുവരെ ഇവർ ഇവിടെ നിന്ന് പാക്ക് ചെയ്യും, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പോയി വരാം. മാളൂസാൻ എങ്ങോട്ടേക്കാ? എവിടെ പോവാ? വീട്ടിലോ? കയ്യിലെന്താ? മാളു ഇപ്പം മാളുവിന് ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട്. എന്നെ നോക്കിയ 9 മാസമായില്ലേ ഇവിടെ വരുന്നത്. അപ്പം കുറേ പേരെ പരിചയമുണ്ട്. സിസ്റ്റേഴ്സ് അല്ല, സ്കാനിങ് ഇവിടെ കുറച്ചുള്ള സ്റ്റാഫ്മാർ. അപ്പോൾ അവർക്കൊക്കെ സ്വീറ്റ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഇന്ന് പോവല്ലേ, കൊടുത്തിട്ട് വരവാ. അതോ ഇനി ഇവിടെ ആവോ എന്താണെന്ന് അറിയില്ലല്ലോ. ഇവിടെയാണ് എനിക്ക്. അപ്പൊ ഇന്ന് ഡ്യൂട്ടി 5-നാണ് ഞാൻ വിചാരിച്ചു ഇന്ന് കാണാൻ സാധ്യതയാണ്. ഞാൻ നാളെ സൈഡ് എവിടെ 7543
ഓക്കെ ഞാൻ പോകുമ്പോ വരണ്ടേ എന്റെ മോള് മോൻ ആരോഗ്യമല്ലേ ഇല്ല സിസേറിയൻ ആയിരുന്നു. അനങ്ങൂല്ലോ ഞാൻ വിചാരിച്ചു ആൺകുട്ടിയാവുന്നു വയറ് ചെറിയ വയറായോണ്ട് ഇവരൊക്കെ നമ്മൾ സ്വീറ്റ്സ് വാങ്ങി നിൽക്കുന്നവരാട്ടോ, നമ്മളെ അറിയുന്നവരാ ഇവരൊക്കെ. പോയാ ഇവർക്കൊക്കെ നമ്മളെ ഓർമ്മയുണ്ട്. ഇത്രയും ദിവസം ഇവിടെ വന്ന് കാണിച്ചുകൊണ്ടാണ്. പിന്നെ ഉള്ളിലുള്ള ഈ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ ഉള്ളിലുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ പേഷ്യൻ്റ് ഇറങ്ങിയിട്ട് കൊടുക്കാം. കയറിക്കോ, ഇത് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇത്രയും നാൾ സ്കാൻ ചെയ്ത ഡോക്ടറെ കാണാൻ വന്നതാണ്. ആ കോഡ് കുറച്ച് ടൈറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് സിസേറിയൻ ചെയ്യേണ്ടി വന്നത്. പിന്നെ അത് ഒന്നായി, പിന്നെ അത് രണ്ടായി. ഇന്ന് ഞങ്ങൾ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് ഡിസ്ചാർജ് ആവും. അപ്പം ശരി. പിന്നെ ഞങ്ങൾ ഇവിടെ കാണിക്കാൻ വരുമ്പോൾ മെയിനായിട്ട് ഇവിടുന്ന് ചായ അടിക്കുന്ന ഒരു കോഫി കോർണർ ഉണ്ട്. അപ്പോൾ ആ ചേച്ചിയായിട്ട് നമ്മൾ നല്ല കമ്പനിയാണ്. ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഒറ്റയ്ക്ക് വന്നപ്പോൾ എന്നെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആള് വൈഫ് സുഖമാണോ ഒക്കെ. അങ്ങനെ എല്ലാവർക്കും ലഡു എല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ തിരിച്ച് വന്ന് ഇത് പൊതിച്ചോറ് വാങ്ങി കൊണ്ട് കൊടുത്തിരിക്കാൻ എല്ലാവർക്കും അല്ലേ. നമ്മളെ പൊതിച്ചോറ് എങ്ങനെയുണ്ട്? ഫിഷ് പൊരിച്ച മീൻ കഴിക്കാൻ പറ്റൂല അല്ലേ? ഓംലേറ്റ് ഉണ്ട്, ചമ്മന്തി ഉണ്ട്, ഉപ്പേരി ഉണ്ട്, വെറുംചോറ് കറി ഉണ്ട്, വേറെ അച്ചാറുണ്ട്, സാമ്പാറും മീൻകറി ഉണ്ട്. എന്തൊക്കെയോ കറി ഉണ്ട്, ഞാനതൊന്നും എടുത്തിട്ടില്ല. ഇനി ഞങ്ങൾ 3 പേർക്കും കഴിക്കാനുണ്ട്. എല്ലാവരും പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മളെ ഒരുവിധം എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഇനി ഇൻഷുറൻസിൻ്റെ അപ്രൂവൽ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട് പിടിക്കാം. സമയം 3:45 വൈകുന്നേരം. ഞങ്ങൾ ഇത്രയും നേരം കാത്തു നിന്ന ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങി ഒക്കെ സമയം പോക്കി ഇപ്പം എനിക്ക് പോയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്തോ ചെറിയ എമൗണ്ട് എനിക്ക് അടയ്ക്കേണ്ടി വരും. അത് കൊടുത്തിട്ട് തിരിച്ച് വന്ന സാധനങ്ങളൊക്കെ കാറിൽ എത്തിക്കണം. അപ്പോൾ ഇതാ മാളും ഇവിടെ കിടക്കുന്നുണ്ട്, റെസ്റ്റിലാണ്. മാളും കുഞ്ഞിനും. അമ്മ ഇവിടെ ഉണ്ട്, എൻ്റെ അമ്മ പുറത്തുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ഇൻഷുറൻസ് ഡെസ്ക് വരെ പോയിട്ട് ഡിസ്ചാർജ് സമ്മറിയും കാര്യങ്ങളൊക്കെ വാങ്ങി വരും. എന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതിൽ കൊള്ളുമല്ലോ, ഇതിൽ കൊള്ളാൻ ചാൻസില്ല. ഞങ്ങൾ റൂമൊക്കെ കാലിയാക്കി ഇത് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് ഞങ്ങളിതാ ഇറങ്ങാണ്. അമ്മ ഇറങ്ങിക്കോ പതുക്കെ. 2 ട്രോളിയിൽ കൊള്ളുന്ന സാധനങ്ങളുണ്ട് ഞങ്ങളെടുത്ത് ഫുള്ളായിട്ട്. നേരെ താഴെ കാറ് വെച്ചിട്ടുണ്ട്. നേരെ കാറിൽ കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ കയറ്റി. ഹായ് മാളു. അതില്ല വെച്ചോ. ഇനി അങ്ങോട്ട് പോടും, ഞാനങ്ങ് വരും. അത് തുറന്ന് ഞാനങ്ങ് വരും. എനിക്കിത് എല്ലാം കൂടി നടക്കില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാണ് ആശുപത്രിയിൽ നിന്ന്. കാറെല്ലാം ലോഡ് ചെയ്ത് വയറില്ലാണ്ട് പോവല്ലേ? വയറല്ലേ ബേക്കിലിരിക്കുന്ന. അങ്ങനെ ഒരു ഓർമ്മ കാർ കയറിയിട്ട് കൊറേ കാലായില്ലേ വയറിങ്ങനെ പിടിച്ച് കയറി. അപ്പോഴെന്താ സന്തോഷം? മാളുവിന്റെ വീട്ടിലെത്തി. കുഞ്ഞനിതാ വീട്ടിലെത്തി. ഇതേടെ എത്തിയെന്ന് നോക്കി കുഞ്ഞനോട്. അച്ഛനിതാ അച്ഛൻ ഷോപ്പിൽ നിന്ന് വന്നാ ഇപ്പൊ.
അങ്ങനെ 5 ദിവസത്തിന് ശേഷം വീട്ടിലെത്തി. ഇതാ നമ്മളെ കുഞ്ഞുവാ വീട്ടിലേക്ക് കേറി ആദ്യമായിട്ട്. ഉറങ്ങ നല്ല ഉറക്ക. അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന അന്നേരം തൊട്ട് ഇവിടെ വരെ ഉറക്ക. ഞാനിപ്പാ ഇങ്ങനെ എടുക്കുന്നേ. ശരി അനിപ്പ എടുക്കുന്നില്ലേ? പാല് കൊടുക്കുമ്പോ മടിയിൽ വെച്ച് എടുക്കുന്നു. പെയിന് കുറഞ്ഞില്ലേ ഇപ്പൊ? ഹായ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്ന് പിന്നെ കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് ഈ ഒരു സന്തോഷത്തിൽ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. വൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കണ്ട സന്തോഷത്തില് പിന്നെ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ രാവിലെയായി ഞങ്ങൾ വിചാരിച്ചു ഇന്നലത്തെ വീഡിയോ അവസാനിപ്പിക്കണം. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് കുത്തിരിക്കുകയാണ്, ഫ്രഷ് ആയിരിക്കുകയാണ്. സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പാലെല്ലാം കൊടുത്ത് പിന്നെ എന്താ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്നവരുള്ള വീഡിയോ നമ്മൾ എടുത്ത് വെച്ചില്ലേ. ഇനി അങ്ങോട്ടുള്ള ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഞങ്ങൾ ഇനിയും ബ്ലോഗ് ഇടാനുള്ള പ്ലാൻ ഉണ്ട്. ഇനിയും കുഞ്ഞിൻ്റെയും പിന്നെ അല്ലാണ്ടുള്ള ഒരുപാട് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ എല്ലാം വരും. അപ്പോൾ ഞങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ വീണ്ടും റെക്കമെൻഡേഷൻ വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.